അവിശ്വാസം പരിഹരിക്കണമേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ. എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? അവിശ്വാസം പരിഹരിക്കണമേ. ഈ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മൾ നാക്കുകൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരികയാണ് നിങ്ങൾക്ക്. എന്നിട്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ലേ? അപ്പോൾ അവിശ്വാസം പരിഹരിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 101 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് യാക്കോബ് 2:13 വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. യാക്കോബ് 2:24 സോറി, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ഇതാണ് പ്രശ്നം. അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 1001 പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാം 2 ചെമ്പരത്തി പൂ കൊടുത്ത് ചെവി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വട്ടാളെങ്കിലും ധരിച്ചോളൂ, വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് യാക്കോബ് 2:24 നമ്മൾ വായിച്ചത്. എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു പറഞ്ഞ്, വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അപ്പം അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? സ്മൃതി പറ. നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അല്ല നാക്കിൻ്റെ അടുത്തൊരു കാര്യമില്ലെന്ന് നടത്താം. മനസ്സിലായില്ലേ? നീതീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം, ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ? അവരുടെ പേരെന്നാ? മിനി ജോസഫ് മണലിത്തറ എവിടെ സ്ഥലം? ചന്ദ്രല, തൃശ്ശൂര്. അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ 4 രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ്. എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, 1 പാർക്കിൻസൺസ്, കൈയും കാലും വിറച്ചോണ്ടേയിരിക്കും. പിന്നെ എന്താണ്? സ്പോണ്ടിലോസിസ്, പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങളുണ്ടായിരിക്കും. പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. അപ്പം എത്രയായി? പിന്നെ 4ാമത്തെ രോഗം എന്താണ്? ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. അറ്റാക്കല്ല, ഒരു സ്ട്രോക്ക് വന്ന ആളാണ്. 4ാമത്തത് ഇവർക്ക് ഇയർ ബാലൻസ് പോയ ആളാണ്. സംസാരിക്കുമ്പോൾ ടക്ക് അപ്പോൾ എന്തൊരു ഇതിൻ്റെ നിങ്ങൾ ഈ 4 ഡിസീസിന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതിൽ 4 ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാ. ഈ 4 ഡിസീസ് ഉള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പീരുണ്ട് 15,000 കണ്ടിട്ടുള്ള ആൾക്കാർ. അതെന്നാ കാര്യം അറിയത്തില്ല. ഗംഭീര ലോകോത്തര സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ആൾക്കാർ കാണാത്തത്. അതിൻ്റെ കുറ്റം നിങ്ങളുടെ കയ്യിൽ വരും അവസാനം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാമറാമാനെ എടുത്ത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് സ്യൂട്ട് വേണം. അതിന് 8 ലക്ഷമോ 9 ലക്ഷം രൂപയാണ് എഡിറ്റിംഗ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്.
അപ്പം അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പോൾ നിങ്ങൾക്ക് ചുമ്മാ കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പം ഷെയറാകും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അവിശ്വാസം, നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും വഴി എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ കൊണ്ട് കുത്തുവെച്ച് കൊടുത്താൽ മതി. ആ സാധനം എല്ലാവർക്കും കിട്ടും. എന്നിട്ട് അതിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിശ്വാസം പരിഹരിക്കും. നിങ്ങളെന്താണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഈ രണ്ടുമാണ് ശരിക്കും വർക്ക് ചെയ്യണത്. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രണ്ട് ഇന്ധനങ്ങളെന്ന് പറയണത്, ഈ രണ്ട് ചിറകെന്ന് പറയണത്, ഒന്ന് വിശ്വാസവും ഒന്ന് സ്നേഹവുമാണ്. രണ്ട് ചിറകിലാണ് ഉടമ്പടി പോണത്. പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും എൻ്റെ അകത്ത്. എന്താ കാര്യം? അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും, അതിനകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാവും. അപ്പോൾ ഓരോരോ അസൈൻമെൻറ്റുകൾ, ഓരോ ഗൃഹപാഠങ്ങൾ നമ്മൾക്ക് തന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്ന് നോക്കും. ഇപ്പം ഇവർ മിനി ജോസഫ് അവരെന്നാ റെസ്പോണ്ട് ചെയ്യും? മിനി ജോസഫിന് അസൈൻമെൻറ്റ് 4 ഗൃഹപാഠങ്ങൾ: പാർക്കിൻസൺസ്, സ്പോണ്ടിലോസിസ്, സ്ട്രോക്ക്, പിന്നെ എന്താണ് ഇയർ ബാലൻസ്. 4 അസൈൻമെൻറ്റാണ് കൊടുത്തേക്കണേ. ഈ 4 അസൈൻമെൻറ്റ് വെച്ചോണ്ട് 4 കാര്യങ്ങൾ വെച്ചോണ്ടാണ് 3 കുഞ്ഞുങ്ങളെ വളർത്തണം. 3 കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവിന് ജോലിയുണ്ട്, ഇവർക്കും ജോലിയുണ്ട്. ജോലി എന്താണ്? നമ്മുടെ സാധാരണ വീടുകളിൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ തൊഴിലാണ്. നമുക്ക് ഉദ്യോഗസ്ഥരൊന്നുമല്ല അവർ. സാധാരണ അന്നന്ന് അവരെടുത്ത അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴവർക്ക് രോഗം കൂടിയപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. അപ്പം ഈ 3 കുഞ്ഞുങ്ങളെ വെച്ച് 4 രോഗവും വെച്ചുകൊണ്ട് ആണ് അവർ ജീവിതത്തെ അഭിമുഖീകരിക്കണത്. അപ്പോൾ അവർ അമ്മയടുത്ത് വന്ന് അപ്പോഴേ ഇവർക്ക് അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു അവസ്ഥയിലാണ് അവിടെ വന്നത്. അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും, അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ? നമ്മൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ? എനിക്ക് മേലടി, ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന്
ഇവരുടെ വിശ്വാസത്തിലൊരു വിശ്വാസമുണ്ട്. അതാണ് വിഷയം. അത് നിങ്ങൾ കേൾക്കണം. ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം മുതിർന്ന പെൺകുട്ടി ഉൾപ്പെടെ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ ഇവർ ഉടമ്പെടുക്കാൻ വന്നിട്ട് മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല. വേദനയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടാൽ കിടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. അപ്പോൾ കൊച്ചു തന്നെ പറയും, നമ്മൾ ഉടമ്പെടുക്കാനല്ല വന്നതമ്മ. അപ്പം പറയും, എടി എനിക്ക് പറ്റണില്ല എന്ന് പറയും. പക്ഷേ അത് പല്ല നമ്മളെങ്ങനെ പോവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പെടുക്കുക. പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. അതാണ് പ്രശ്നം. അവസ്ഥ അല്ല പ്രശ്നം. ഒരാളിൻ്റെ നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്ക് വിലയൊന്നുമില്ല. നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ? അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതാണ് ധ്യാനത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ അവസ്ഥ കണ്ടല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെക്കാൾ മോശമല്ലേ ഇവിടെ അവസ്ഥ? അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷെ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട്. ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിനും വിശ്വാസമുണ്ട്. അത് കാരണം നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാണില്ല. അപ്പം നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തിൽ ശരീരവേദന, ഇരിക്കാനും പല നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥനാവശ്യമാണ്. ഉടനെ ഇവർ പ്രാർത്ഥനാവശ്യം പറയും. എൻ്റെ രോഗം പാർക്കിൻസൺസ്. അത് എഴുതാൻ പറ്റത്തില്ല, കുത്തിവരക്കാനേ പറ്റത്തുള്ളൂ. കാര്യം കൈവിറക്കുകയില്ലേ. പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവരുടെ ചെവിയിലൊരു രഹസ്യം പറയും. ഭവനമെന്നെഴുതുക, ഭവനം. അപ്പോൾ ഇവിടെ പറയും, എൻ്റെ ഈശോയെ, ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ ആരുമില്ല. നീ കാശ് തന്നാൽ പോലും വെക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്നു. കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ. ഇവൾക്ക് കിടപ്പായി പോയില്ലേ, ഇവള് ഉള്ളതും ഇല്ലാത്ത ഒരു ഇരിക്കണം. അപ്പം നമുക്ക് പൈസ ഇപ്പം ലൈഫ് മിഷനിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല. വീടാണെങ്കിൽ പൊട്ടിപ്പൊളന്നിരിക്കുക. ആ പാവപ്പെട്ടവളുടെ രോഗത്തിൻ്റെ ആധിക്യം കാരണം ഭവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി. അപ്പം കർത്താവ് ഓർപ്പിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, ഓർത്തേക്കണം. നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ച് കസൂകട. വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എന്നിട്ട് ഇവര് അവസാനം 5ാമത്തെ നിയോഗമായിട്ട് ഭവനമെന്ന് എഴുതും. അപ്പോഴെന്നിട്ടും പറയും, കർത്താവെ, നീ വെച്ച് തന്നാലേ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനും ഇത് കൊണ്ടുവരാനും നോക്കി നടത്താനും സൂപ്പർവൈസ് ചെയ്യാനും ഒന്നും ആളില്ല. പക്ഷെ നീ എനിക്ക് വീട് വെച്ച് തന്നാലേ വീടുള്ളെന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഭവനമെന്ന് എഴുതും. പക്ഷെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ ഓക്കെയാവും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 2 മാസത്തിനോ 1 മാസത്തിനോ ഉള്ളിൽ ഒരു ഏജൻസി ഇവർക്ക് ഭവനം വെച്ച് കൊടുക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന കൈവിശ്വണം.
ഇവർ പറഞ്ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മേലാത്ത കാരണം ഇങ്ങനെ ഒരു വീട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ നാളെ വെഞ്ചിരിപ്പാണ്. താക്കോല് മാതാവിനെ കാണിക്കാൻ വന്നതാണ്. ഉടമ്പടി പറക്കല്ലേ, ഇങ്ങനെ 2 ചിറകും വെച്ച് പറക്കുകയാണ്. അല്ല, ഇവർ പറപ്പിക്കണം ഉടമ്പടിയെ നമ്മൾ പറപ്പിക്കണം. അതാണ് സംഭവിക്കുന്നത്. അതിന് ഒരു സ്നേഹമുണ്ട്, ഒരു ചിറക് വിശ്വാസമുണ്ട്. ഇത് നല്ല ശരിക്കും വീശി അടിക്കാൻ പറ്റിയ ദൈവം പിന്നെ ഈ വിഷയം ഏറ്റെടുക്കും. വിമാനത്തിന് നമുക്കറിയാമല്ലോ, വിമാനം ഇങ്ങനെ റൺവേയിൽ കൂടി പോകുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ തെക്കോട്ട് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിംഗെ പിടിച്ച വിമാനം തിരിയത്തില്ലല്ലോ. അതിനെ പുറകിൽ കൊണ്ടുവന്ന് വേറൊരു യന്ത്രം കെട്ടിയിട്ട് ഇതിനെ വലിച്ച് ബാക്കിലൂടെ തിരിക്കുകയാണ് ചെയ്യണത് സാധാരണ. അന്ന് പറഞ്ഞ പോലെ പക്ഷെ ആ വിമാനം പൊക്കണത് ആരാണ്? അതിൻ്റെ സ്പീഡാണ് പൊങ്ങണത്. ഇപ്പം നമ്മുടെ വിമാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ 200 കാണിക്കും. നമ്മുടെ ചെയറിൻ്റെ മുകളിൽ അവിടെ കമ്പ്യൂട്ടർ ഇരിപ്പുണ്ടല്ലോ, ഫ്രണ്ടിൽ ചെയറിൻ്റെ ബാക്കിൽ അവിടെ കമ്പ്യൂട്ടർ. ഇപ്പോൾ 200, അപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ 300, റൺവേയിൽ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് 750 കിലോമീറ്റർ സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ ഈ ചിറകിലേക്ക് വന്ന് ഈ വിമാനത്തിൻ്റെ ഈ കാറ്റ് മുഴുവൻ അടിച്ചിട്ട് ചിറകിലേക്ക് ഈ സാധനം പൊങ്ങും. എത്രയോ മനുഷ്യരെ എടുത്തുകൊണ്ടാണ് വിമാനം പൊങ്ങണത്. സ്പീഡ് കൊണ്ടാണ്. ചിറകിൽ കാറ്റ് വന്നടിക്കുമ്പോഴുള്ള സ്പീഡാണ്. ഇതുപോലെ നിങ്ങളുടെ ചിറകിൽ കാറ്റ് വന്നടിച്ച് നിങ്ങളെ പൊക്കണം. അതിനുള്ള തീഷ്ണത ഈ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും സ്നേഹപ്രവർത്തനങ്ങൾക്കും ഉണ്ടാകണം. ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഉടമ്പടിയിലെ ദൈവസ്നേഹവും വിശ്വാസ പ്രവർത്തനവും വർദ്ധമാനമാകുവാൻ കലർപ്പില്ലാത്തതാകുവാൻ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 അതെന്തെന്ന് ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. ഇതിൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം ഇതാണ്. ദൈവത്തിന് നമ്മളെ നേരത്തെ അറിയണം. അങ്ങനെ അറിയാൻ ഇടയായ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പോൾ പല ആൾക്കാരുടെ ഉടമ്പടിയുടെ ഉടക്കി കിടക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ഉടമ്പടി ഉഴപ്പ് വന്നും തൽക്കാലം വല്ല അടയാളം കണ്ടാൽ മാത്രമേ വല്ല രോഗിനെയും പോയി കാണത്തുള്ളെന്നും പത്രം തന്നെയാണെങ്കിലും നിങ്ങൾക്കൊക്കെ ബോധിക്കണ സമയത്തെ കൊടുക്കത്തുള്ളെന്നും അതൊന്നും തീക്ഷ്ണമായിട്ട് ചെയ്യത്തില്ലെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യമേ സാധനം പൊങ്ങാൻ പറ്റണില്ല, പിന്നെയല്ല പറക്കണത്. വിമാനം പൊങ്ങത്തില്ല, അങ്ങാടിക്കടം തിരിച്ചിടാനേ പറ്റത്തുള്ളൂ. ഈ സാധനം ഉടമ്പടി എടുത്തിരിക്കണ പല അണ്ണന്മാർ അങ്ങാടിക്കടം ദൈവം തിരിച്ചിടുകയാണ്, അല്ലാതെ പറക്കത്തില്ല ഈ സാധനം. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ദൈവസ്നേഹമില്ല. കർത്താവ് എപ്പോഴും ചോദിക്കണം കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കത്തില്ലേ. ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ കർത്താവിന് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യത്തില്ല. 5000 പേരുണ്ട്, പക്ഷെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. ആ ദൈവത്തിൻ്റെ ഒരു ഇക്കണോമിക്കാണത്. ശരിക്കും
ദൈവത്തിന് ചെയ്യാവുന്നതാണ്. ദൈവം ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ചെയ്യാവുന്നതാണെങ്കിലും നമ്മളോട് പറയും നമ്മുടെ ഷെയർ വെക്കാൻ പറയും. അപ്പോൾ അന്ത്രയോസിന് ഈ എക്കണോമിക്സൊക്കെ അറിയാവുന്ന കാരണം അന്ത്രയോസ് പറയും 5 അപ്പം ഉണ്ടെന്ന് പറയും. 5 മതിയാ, 5 ഉണ്ടെന്ന് പറയും. അപ്പോൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറയും. അതല്ല, അപ്പം നമ്മുടെ പ്രശ്നം 5 കൊണ്ടൊന്നും ഒക്കത്തില്ലെന്ന് ഇവർക്ക് അറിയാം, ഈശോയ്ക്കും അറിയാം. പക്ഷേ ഈശോയ്ക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആദ്യം കാണിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ഇടപാട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ വള്ളം നിങ്ങൾ 90 വയസ്സ് വരെ തുഴഞ്ഞാലും തിരുനക്കര തന്നെ കിടക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യസന്ധതയുണ്ടോ, ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നതാണോ എന്ന് വെക്കും. ചില ആൾക്കാർ മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുമെന്ന് പറയുന്നില്ലേ, മലയാളത്തിലുള്ള പഴഞ്ചൊല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പറയണതാണ്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിക്കണം. പക്ഷെ അതെന്ത് ചെയ്യും ആൾക്കാർ? ബുദ്ധിമാന്മാരെ കരക്ക് നിൽക്കും. എന്നിട്ട് കൈ പോയിട്ട് മരക്കൈ വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് നീ കയറിപ്പിടിക്കാൻ പറയും. നിങ്ങളെക്കൊണ്ട് പല ആൾക്കാർ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മകൻ ഉടമ്പടി ഇടിപ്പിച്ചിരിക്കുന്നുണ്ട്. മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കുകയാണ്. അവൻ കരക്ക് നിൽക്കുകയാണ്. അവൻ വെള്ളത്തിൽ ചവിട്ടത്തില്ല. നിങ്ങളെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ട് അവനതിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ പുള്ളികളാണ്. അമ്മ ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണ്ടേ? ഇല്ല, നീ അവിടെ നിന്ന് പഠിച്ചോ. നിങ്ങളെ മകളുടെ പ്രാർത്ഥനയ്ക്ക് മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോഴേ അവൾ ചോദിക്കണ്ട, അമ്മ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ്ടേ? അമ്മ ചെല്ലുമ്പോൾ അല്ല മകളവിടെ ഇരുന്ന് പഠിച്ചോ. ഇതാണ് പ്രശ്നം. അവളെ കൊണ്ട് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന പോലും ചെല്ലിക്കാതെ അവളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ചെല്ലാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മാർക്ക് 0 അതാ പ്രശ്നം. നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഒന്നാമത്തേൽ ഈ 99% ആൾക്കാർക്കും വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്നെ ഇങ്ങനെ പറയണ, ഞങ്ങൾ പേര് വിശ്വാസം ഇല്ലാതിരാണോ വണ്ടി കാശ് മുടക്കി, ഇല്ലാത്ത കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ? അതൊക്കെ വന്നിട്ടുണ്ട്, സമ്മതിച്ചു. വിശ്വാസം വേറൊരു സാധനമാണ് മക്കളെ. വിശ്വാസം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രാർത്ഥിക്കാനല്ല, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണത്. പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് വിശ്വാസം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ചേടത്തിൻ്റെ കാര്യം, മിനി ജോസഫിൻ്റെ കാര്യം അറിയാമല്ലോ. അവർക്ക് ഇപ്പം കർത്താവ് നല്ല സൗഖ്യം കൊടുത്തവൾ. പക്ഷെ എന്നിട്ടും ആ ലേഡി അവരെ ഈ രോഗങ്ങളെല്ലാം എൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ട് ഇവള് കർത്താവിനോട് രാവിലെ പറയും, വെളുപ്പിനെ പ്രത്യക്ഷീണ പ്രാർത്ഥന, കർത്താവേ എനിക്ക് ഓൾഡ് ഏജ് ഹോമൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്, പ്രായമുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോണത്, അപ്പം അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരത്തെ വേണം, ഞങ്ങൾ തിരക്കി പിടിച്ചെടുക്കാം. അപ്പം കർത്താവ് സത്യസന്ധമായിട്ട് നമ്മൾ നിന്നുകൊണ്ട് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരത്തെക്കുറിച്ച് അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച്, ഇവിടെ താൻ ഉടമ്പടി എടുത്തൊരു പ്രേക്ഷപ്രവർത്തനം പറഞ്ഞില്ല? ഇല്ല, ചെയ്യാൻ വേണ്ടി ഞാൻ കൂട്ടുകാരൊക്കെയാണ്, ഞാൻ വരാൻ തന്നെ കൂടെ. അപ്പോൾ ഇതിങ്ങനെ രണ്ടും കൂടി ഓൾഡ് ഏജ് ഹോം നാട്ടിലുണ്ടോ, എവിടെയാണ് ഓൾഡ് ഏജ് ഹോം ഉള്ളതെന്ന് പറഞ്ഞ് തിരക്ക് നടന്ന അവസാനം അവരൊരു ഓൾഡ് ഏജ് ഹോം കണ്ടുപിടിച്ച്. അപ്പോഴാണ് അവരറിയണത് അവിടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യം അറിയണത്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് അവരവിടെ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ഒരാളാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ്, ഞങ്ങൾ ആലപ്പുഴ പോയി ഉടമ്പടി എടുത്ത ആൾക്കാരാണ്, മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ചേടത്തി ഉണ്ട്, പിള്ളേരുടെ ഇതില്ലേ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്, ഓൾഡ് ഏജ് ഹോം അല്ല, ഈ മെൻ്റലി റിട്ടയർഡ് ആയിട്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചാലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അവർ പറയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ പകൽ വരും, പക്ഷേ രാത്രി കുഞ്ഞുങ്ങളെ കൂടെ കിടക്കാൻ ആരുമില്ലെന്ന് പറയും. ഉടനെ ഈ ചെടുത്ത് പറയും ഞാൻ കിടന്നോളാം എന്ന് പറയും വന്ന്. അപ്പോൾ പിന്നെ എന്താ രസം എന്ന് വെച്ചാൽ ഇവർക്ക് 2 പെൺപിള്ളേരാണ് 2 പേര്, അതുങ്ങളെ ഈശോനെ ഏൽപ്പിച്ചിട്ട്
രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഇവർ പോരും അവിടുന്ന്. ഇവർ പോന്നിട്ട് ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ബുദ്ധി മാഞ്ഞൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നെന്ന് പറഞ്ഞാൽ കിടക്കാമെന്ന് പറ്റത്തില്ല. പിള്ളേരൊക്കെ തൂറി മെഴുകിക്കണം അവിടെയൊക്കെ. അത് നിസ്സാര കാര്യമല്ല, ഒറ്റക്ക് പോകത്തില്ല ഈ കാര്യം, ഒറ്റ നടപ്പിന് പോകത്തില്ല. ആ പെയിൻ മുഴുവൻ അവർ ഏറ്റെടുക്കുകയാണ്. ഇവരിതൊക്കെ ചെയ്യുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ബ്രേക്കാകാൻ കാരണം. പിടികിട്ടിയ പെട്ടെന്ന് ഇങ്ങനെ പുഷ്പിക്കാൻ കാരണം ഇവരിതൊക്കെ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുമെന്ന് ദൈവത്തിന് നമുക്കറിയത്തില്ല, ദൈവത്തിനറിയാം. നമ്മൾ തിരുസന്നി വരുമ്പോഴല്ല, അതല്ലേ ഇവളുടെ കയ്യിരിപ്പിതായതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകുമെന്ന് അറിയാതുകൊണ്ടാണ് ഇവർ എഴുതുമ്പോൾ പറയും മകളെ പവനം 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 എന്ന് പറയും. എന്താ കാര്യം? അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കയ്യിലെന്താ കാര്യം? അവർക്ക് ദൈവസ്നേഹമുണ്ട്. കൈയിടിച്ച് സ്നേഹത്തിൽ പൂനിലാവേ വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ വാവാ സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ ഇപ്പൊ എന്താണ് ദൈവസ്നേഹം എന്ന് മനസ്സിലായില്ലേ? ത്രിശു റൗണ്ടിൽ കൂടി ഇവർ നടക്കും. കൃപാസനം 10 തോളെ വെച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഓട്ടോറിക്ഷക്കാരെ കാര്യം തൃശ്ശൂർ സൗണ്ട് വേണ്ട 8 ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. ഞാനവിടെ ഒരു കൊല്ലം പഠിച്ച സാഹിത്യ അക്കാഡമിയിൽ. അപ്പം ഞാൻ ഈ റൗണ്ടിൽ കൂടി അയ്യന്തോളിൽ പോയി അവിടെ പോയാണ് ഉറങ്ങണത്. അപ്പം തമ്പുരാൻ എൻ്റെ വീട് ഇപ്പം ഗ്രന്ഥശാലയാണ്. അപ്പോൾ അവിടെയാണ് രാത്രി കിടന്ന് അവിടെ പോയി കുർബാന, അവിടെ കട്ടിൽ ഷീറ്റ് വിരിച്ച് കുർബാനയും ചെല്ലും, അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു 2008. അപ്പോൾ ഈ റൗണ്ട് സൗത്തിൽ കൂടി ഞാൻ ജവമാലയം ചൊല്ലിക്കൊണ്ടാണ് പോണത്. സാഹിത്യ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ഈ റൗണ്ട് സൗത്തിൽ കൂടി ജവമാല. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ മുഴുവനും ഈ റൗണ്ട് സൗത്തിലുള്ളത് ഒത്തിരി പേര് കാത്തലിക്സ് ഉണ്ടായി. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അവരൊക്കെ ഞാനിങ്ങനെ ജവമാല, അപ്പം ഞാൻ ലോഹ ഇല്ലാതെ നടക്കുന്നത് അവിടെ കൂടി. കാര്യം സാഹിത്യ അക്കാഡമിയിലെ ചില സാഹചര്യങ്ങൾ നമുക്കിങ്ങനെ ലോഹ ഇട്ട് നടക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ല അന്ന്. ഇപ്പം ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായെന്ന് തോന്നുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ കൂടി പോകുമ്പോൾ ഈ ജവമാല ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടാണ് അയ്യന്തോളിലോട്ട് പോണത്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ കർത്താവ്, ഞാൻ ജവമാല ചൊല്ലണ കാണുമ്പോഴേ ചെറുപ്പക്കാർക്ക് ജവമാല ചെല്ലാൻ തോന്നണം. കുടുംബ പ്രാർത്ഥന ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുത്തൻ ജവമാല ചൊല്ലിക്കണം, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ജവമാല ചൊല്ലിയിട്ട് കുറേ നാളായല്ലോ എന്ന് അവർക്ക് തോന്നിയിട്ട് കടപൂട്ടി നേരത്തെ അവർ വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥന കൂടണം. മക്കളെ ഇങ്ങനെയാണ് ദൈവത്തിൽ വളരണത്, മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ വയറ്റിപ്പിഴപ്പ് മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ ചുമ്മാ വയസ്സായി മരിക്കാമെന്നല്ല ഒരു കഥയുമില്ല. ദൈവത്തിൻ്റെ അടുത്തൊരു അംഗവും നടക്കത്തില്ല. ദൈവത്തിന് കാപട്ടി പറയാം. ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ദൈവത്തെ ദുർവിനിയോഗിക്കണം എന്നറിയാൻ പറ്റും. പിന്നെ ദൈവം അടുക്കത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ അങ്ങേ കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ, സാക്ഷ്യമായി സ്നേഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാവോ, പത്രോസിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം ചോദിച്ചത്? യോനയുടെ പുത്രനായ ശിമയോനെ പറഞ്ഞ് ശിമയോനെ
21:15 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 21:15 എന്താണ്? യോഹന്നായുടെ പുത്രനായ ശിമയോനെ പറഞ്ഞേ. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ദൈവം മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരങ്ങൾ ഡേ ബൈ ഡേ ഇതിങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് വരണമെന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളാണ്. ഇപ്പം പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ദൈവം ചോദിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല, അവരെ കൂടി കൂടെ നിൽക്കുന്നവരെ കൂടി ഇതിൻ്റെ അകത്ത് കമ്പനി ചേർത്താണ് ചോദിക്കണത്. അപ്പം കമ്പനിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരും വിചാരിക്കണം പത്രോസിൻ്റെ സ്നേഹത്തെ അളക്കാൻ പോണത് ഞങ്ങളുടെ സ്നേഹം വെച്ചാണെന്ന് അറിയണം. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാരും പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് വളരണം. കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ സന്തോഷത്തോടെ